ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നമ്മൾ വീഡിയോസൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ സൈസ് കൂടുതലുള്ള വീഡിയോസാണ് നമ്മൾ അയക്കുന്ന വീഡിയോ അത് ഫുൾ ക്ലാരിറ്റിയോടുകൂടി അവർക്ക് കിട്ടില്ല. അപ്പോൾ ആ വീഡിയോ അയക്കുന്നതിന് മുമ്പ് അതൊന്ന് കംപ്രസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കംപ്രസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് videopanda കംപ്രസർ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കംപ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം സ്മോൾ ഫയൽ, മീഡിയം ഫയൽ, ലാർജ് ഫയൽ, അങ്ങനെ പലതരം സൈസുകളുടെ ഒരു റേഷ്യോ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഫയൽ സൈസ് ചൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് മീഡിയം ഫയൽ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം ക്ലാരിറ്റി പോവുകയില്ല, എന്നാൽ അത്യാവശ്യം സൈസ് കുറഞ്ഞ് കിട്ടും വീഡിയോൻ്റെ. അപ്പോൾ നമ്മൾ മീഡിയം ഫയൽ സെലക്ട് ചെയ്തിട്ട് കംപ്രസ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കംപ്രഷൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കംപ്രഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് വീഡിയോ കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒറിജിനൽ വീഡിയോയും ഇപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്ത വീഡിയോ, അത് കമ്പയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ആദ്യം നമുക്ക് കംപ്രസ്ഡ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുന്ന പോലെ ആ വീഡിയോ ഒറിജിനൽ വീഡിയോയിൽ നിന്ന് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്കിനി ഒറിജിനൽ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ കംപ്രസ് ചെയ്ത വീഡിയോയും ഒറിജിനൽ വീഡിയോ തമ്മിൽ ക്ലാരിറ്റിയുടെ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. എന്നാൽ അതിൻ്റെ സൈസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒറിജിനൽ വീഡിയോ 69 MB ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്ത വീഡിയോ 12 MB ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഈ വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് താഴെ സേവ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഇനി നമുക്കിത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയോ വാട്സപ്പിൽ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അതിൻ്റെ ക്ലാരിറ്റി പോകാതെ തന്നെ നമ്മൾ അയക്കുന്ന ആൾക്ക് അത് കിട്ടും. ഇനി നമുക്ക് ഈ വീഡിയോ സ്റ്റാറ്റസ് ഇട്ട് നോക്കാം. ഇനി നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ക്ലാരിറ്റി പോകാതെ തന്നെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ട പോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ വീഡിയോയും ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ചെയ്ത വീഡിയോയും തമ്മിൽ സൈസിന് വളരെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ക്ലാരിറ്റിയിൽ കാര്യമായൊരു ഡിഫറൻസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കംപ്രസിങ് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ ആർക്കെങ്കിലും വീഡിയോസ് അയക്കുകയോ സ്റ്റാറ്റസ് ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ക്ലാരിറ്റി പോകാതെ തന്നെ അവർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ സ്റ്റാറ്റസ് ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയിട്ട് വരികയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഒരു വീഡിയോ വേറെ സെൻഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി പോകാണ്ട് സെൻഡ് ചെയ്യാനുള്ളതിനെ കുറിച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റ.